ദൈവത്തിന് സ്തുതി. പെരുന്നാളുകളുടെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഈസ്റ്റർ ഒരു ആഘോഷം മാത്രമല്ല, അത് ഒരു മാറ്റത്തിന്റെ അനുഭവമാണ്. മരണം പരാജയപ്പെട്ട ദിനം, നിരാശയിൽ നിന്ന് പ്രത്യാശ ഉയർന്ന ദിനം. വിശുദ്ധ ലൂക്കോസ് 24:6 പറയുന്നു, അവൻ ഇവിടെയില്ല, അവൻ പുനരുദ്ധാനം ചെയ്തു. അതേ പ്രിയരെ, മരണത്തിന് അവസാന വാക്കാകാൻ കഴിയില്ല എന്ന വലിയ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ദുഃഖ വെള്ളിയാഴ്ചയിലെ നിശബ്ദതയ്ക്ക് ശേഷം ഉദ്ധാനത്തിന്റെ പ്രഭാതം വരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനമല്ല, മറിച്ച് അത് ഒരു പുതിയ തുടക്കമെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമർ 6:9 നമുക്ക് ഇപ്രകാരം വായിക്കാം, മസിഹ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നും ഇനി മരിക്കില്ല എന്നും മരണത്തിൽ തന്റെ മേൽ അധികാരമില്ല എന്നും നാം അറിയുന്നു. കല്ലറയിൽ എത്തിയ സ്ത്രീകൾക്കും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്കും ലഭിച്ച സന്ദേശം ഭയപ്പെടേണ്ട എന്നായിരുന്നു. വിശുദ്ധ മത്തായി 28:5-6 വാക്യങ്ങളിൽ മാലാഖ സ്ത്രീകളോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. താൻ ഇവിടെയില്ല, താൻ പറഞ്ഞ പ്രകാരം പുനരുദ്ധാനം ചെയ്തു. നമ്മുടെ കർത്താവ് സംസ്കരിക്കപ്പെടുന്ന സ്ഥലം നിങ്ങൾ വന്ന് കാണുവിൻ. ഈസ്റ്റർ എന്നത് വെറുമൊരു ചരിത്ര സംഭവമല്ല, മറിച്ച് മനുഷ്യകുലത്തിന് ലഭിച്ച പാപമോചനത്തിന്റെ അടയാളമാണ്. ക്രിസ്തുവിന്റെ ഉദ്ധാനം വഴി നാം പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായി മാറുന്നു. സ്നേഹം വെറുപ്പിന്മേലും വെളിച്ചം ഇരുട്ടിന്മേലും വിജയം വരിച്ച ദിനമാണിത്. യെശയ്യാവ് 53:5, എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം കൊല്ലപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം താഴ്ത്തപ്പെട്ടുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണർപ്പുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് ആ സന്തോഷം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നത്. ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവർ അത് ലോകത്തോട് വിളിച്ചു പറയാൻ ഓടിപ്പോയി. ഇന്ന് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആ സ്നേഹം മറ്റുള്ളവർക്ക് എത്തിക്കാൻ കഴിയണം. വിശുദ്ധ മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. കല്ലറയ്ക്ക് ക്രിസ്തുവിനെ തളച്ചിടാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾക്കും നമ്മെ തളച്ചിടാൻ കഴിയില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ നമുക്ക് പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കാം. ഒരു കഥ ഇങ്ങനെ വായിച്ചതായി ഓർക്കുന്നു. ഒരു ഇരുണ്ട മുറിയിൽ 4 മെഴുകുതിരി കത്തുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 3 സ്നേഹം, വിശ്വാസം, സമാധാനം എന്നായിരുന്നു. അവ ലോകത്തിന്റെ ഇരുട്ട് കണ്ട് ഭയന്ന് ഓരോന്നോരോന്നായി അണഞ്ഞുപോയി. എന്നാൽ 4ാമത്തെ മെഴുകുതിരി മാത്രം പ്രകാശിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട് ഭയന്ന് ഒരു കുട്ടി ചോദിച്ചു, അയ്യോ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ 4ാമത്തെ മെഴുകുതിരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, എന്റെ പേര് പ്രതീക്ഷ എന്നാണ്. ഞാൻ കത്തുന്നിടത്തോളം കാലം നിനക്ക് മറ്റുള്ളവയെ വീണ്ടും തെളിയിക്കാനാകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുമ്പോഴും പ്രതീക്ഷ എന്ന ആ കൊച്ചുനാളം ഉള്ളിൽ സൂക്ഷിച്ചാൽ സമാധാനവും സ്നേഹവും വിശ്വാസവും നമുക്ക് തിരിച്ചു പിടിക്കാം. ഇതാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശം. ഇരുട്ട് എത്ര കഠിനമായാലും പ്രതീക്ഷയുടെ ആ ചെറിയ വെട്ടത്തിന് അതിനെ തോൽപ്പിക്കാനാകും. എല്ലാവർക്കും എന്റെയും സെന്റ് ജോർജ് സേവിയർ യൂത്ത് അസോസിയേഷന്റെ പേരിലും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി.